അങ്ങനെ നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിൽ മറ്റൊരു ഹൊറർ മൂവി റിലീസായിരിക്കുകയാണ്, സുമതി വളവ്. ഈ പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഈ പടം കൊള്ളാം, നല്ല രസമുള്ള സിനിമയാണ്. അതായത് നമ്മളെ പേടിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന തരത്തിൽ ഒരുപാട് സീനുകളും അത്തരത്തിലുള്ള ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ് ഈ സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ. ഇതിനകത്ത് ഈ ഇടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയിട്ട് പ്രേതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് കൊണ്ട് നമുക്കൊരു പേടി തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മളൊന്ന് പിടിച്ചിരുത്തുന്ന ഒരു സിനിമകളിൽ ഒന്ന് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും സുമതി വളവ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ അല്ലെങ്കിൽ ഇന്റർവെൽ വരെയുള്ള സമയം എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇന്റർവെല്ലിന്റെ പഞ്ച് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് കൊള്ളാലെ പടം നല്ല രസമുണ്ടല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒന്ന് മൂത്രയിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ ഒക്കെ നമ്മൾ തിയേറ്റർ വിട്ട് ഇറങ്ങുന്ന അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ നമ്മളെ എത്തിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. പക്ഷേ ഈ കൺസിസ്റ്റൻസി ഈ പടം കണ്ടപ്പോൾ, ഇതിന്റെ കൺസിസ്റ്റൻസി ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ആ കൺസിസ്റ്റൻസി സെക്കൻഡ് ഹാഫിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇച്ചിരി കുറവായിട്ടാണ് തോന്നിയത്. നമ്മളെ എന്തിനാണോ പടം നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത്, പിന്നെ അത് അവിടെ നിന്ന് അങ്ങ് മുന്നോട്ടേക്ക് ഒന്നുമില്ല. പടം പിന്നീട് വരുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു സാധനം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത്. അപ്പം അത് മാത്രമല്ല, നമ്മളങ്ങനെ പേടിപ്പിച്ച് നമ്മളെങ്ങനെ ഒരു മുൾമുനയിൽ നിർത്തിയിട്ട് പിന്നെ പടം അവിടെ നിന്ന് അങ്ങ് മാറിയിട്ട് പിന്നെ പടം കുറച്ചും കൂടെ ഒരു ഡാൻസ് അല്ലെങ്കിൽ കല്യാണത്തിന്റെ ഒരു മൂഡ്, അങ്ങനത്തെ ഒരു മൂഡിലേക്ക് വേറൊരു മൂഡ് സെറ്റ് ചെയ്ത് പിന്നീട് വീണ്ടും ആ ഒരു ഹൊറർ സൂപ്പർ നാച്ചുറൽ സാധനത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്ന രീതിയിലാണ് പടം പോകുന്നത്. അപ്പൊ ഈ കൺസിസ്റ്റൻസി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമായിരുന്നില്ല. നമ്മൾ സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്താണ് ചെയ്യുന്നത് അല്ല എങ്ങനെയാണെന്നുള്ളതും കൂടെ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ ഈ ഒരു സാധനം വന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പാട്ടും വേറൊരു മൂഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് എല്ലാവരും ഇതേപോലെ തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ആ പാട്ടൊന്ന് തീർന്ന് അടുത്തതിലേക്ക് ഈ പടം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അത് കണ്ടപ്പോൾ. എനിക്കും അത് തന്നെയാണ് സത്യത്തിൽ ഫീൽ ചെയ്തത്. ഈ പാട്ടൊന്ന് മാറി ഇതൊന്ന് അതിന്റെ ഒരു ഹൊറർ മൂഡിലേക്ക് ഒന്നുകൂടെ സെറ്റായി വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയായിരുന്നു ഈ ഒരു പടം കണ്ടപ്പോൾ. പക്ഷേ ഇതൊരു ഭയങ്കര മോശം പടം, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് സിനിമ പിന്നെയും പോയേക്കുന്നത്. പക്ഷെ ആദ്യം നമ്മളെ കൊണ്ടുവന്ന് വെച്ച ഒരു സാധനം ഉണ്ടല്ലോ, അത് പിന്നെ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായിരുന്നു പടം കണ്ടപ്പോൾ എന്നുള്ളതാണ്. പിന്നെ ഇത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് കംപ്ലീറ്റ് ഹൊറർ അല്ലെങ്കിൽ ഹൊററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഹൊറർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സുമതി വളവ് അല്ലെങ്കിൽ ആ വളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്രേതം, യക്ഷി എന്നൊക്കെ പറഞ്ഞ സാധനം എലമെന്റ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ കൂടെ പടം പക്ഷെ കുറച്ചും കൂടെ വേറൊരു ട്രാക്ക് പിടിച്ചിട്ട് ഒരു പ്രണയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാക്ക് പിടിച്ചിട്ട് തന്നെയാണ് ഈ പടം മുന്നോട്ട് പോകുന്നതും. സുമതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സുമതി വളവിലുള്ള യക്ഷി എന്ന് പറയുന്നത് എല്ലാവരെയും അതുവഴി പോകുന്ന ആൾക്കാരൊക്കെ പിടിച്ച് ചോര കുടിക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ കൊല്ലുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ല താനും. അങ്ങനെയല്ല ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന നമ്മൾ അത്യാവശ്യം പേടിക്കുന്ന രീതിയിലേക്കുള്ള കുറേ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉള്ളൊരു പടം തന്നെയായിരുന്നു ഇത്. പക്ഷെ ഞാൻ പോയ തിയേറ്ററിൽ വേറൊരു സ്പോയിലർ ഉണ്ടായി. അതായത് കുറെ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പ്രേതം വന്ന് എല്ലാരും പേടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കുട്ടി ഇത് കണ്ടിട്ട് ഇരുന്ന് ചിരിച്ചുപോയി, ഉറക്കെ ചിരിച്ചുപോയി. അപ്പൊ എല്ലാരും പേടിച്ചുകൊണ്ടിരുന്ന എല്ലാരും ഇരുന്നിട്ട് തിയേറ്റർ മൊത്തത്തിൽ ഇരുന്ന് ചിരിയായി മാറി അവിടെ. അങ്ങനെ ഒരു സാധനം കൂടെ ഈ ഒരു പടം കണ്ടപ്പോ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ ബാക്കി ഇപ്പൊ അർജുൻ അശോകന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ക്യാരക്ടേഴ്സ് ഒക്കെ കൊള്ളാം. നമ്മളങ്ങനെ വെറുപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഈ ഒരു പടത്തിൽ നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഈ കാലഘട്ടം ഏത് കാലഘട്ടമാണ് എന്നുള്ളത് 1992 സംതിങ് ആണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു സമയമാണെന്നുള്ളത് കാലഘട്ടം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. പിന്നെ ചില സെറ്റ് ഇട്ടതാണെന്നുള്ളതൊക്കെ നമുക്ക് ചില ഏരിയകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുകയും ചെയ്യും. എന്നിരുന്നാലും നമുക്ക് അങ്ങനെ വെറുപ്പ് തോന്നുക അല്ലെങ്കിൽ ഭയങ്കര അപരാധമായിട്ട് തോന്നുകയൊന്നും ചെയ്യൂല. പകരം ഫാമിലിയൊക്കെ ആയിട്ട് പോയി നമുക്ക് അത്യാവശ്യം ഒരു ഹൊറർ എക്സ്പീരിയൻസും അതേപോലെ തന്നെ അവസാനം ഒരു ഫീൽ ഗുഡ് ആയിട്ട് അവസാനിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ തോന്നിയത്.